ശ്രീ സന്ദീപ് വാര്യർ. ഏതായാലും സംസ്ഥാന സർക്കാർ ഇങ്ങനെ ദൂർത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ തെളിവുകളും വാർത്തകളും ഒക്കെ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലോക കേരള സഭ വീണ്ടും സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് പ്രവാസികൾക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യം പല ഘട്ടങ്ങളിലായി ഉയർന്നതാണ്. പക്ഷേ അതിനൊന്നും സർക്കാരിന് ഒരു മറുപടിയുമില്ല. മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ മറവിൽ വിദേശത്ത് കറങ്ങി നടക്കുന്ന കാര്യമൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതുമാണ്. ഏതായാലും ജൂൺ മുതൽ വീണ്ടും ലോക കേരള സഭ സംഘടിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ ലോക കേരള സഭ ഉൾപ്പെടെയുള്ള ഇത്തരം ധൂർത്തുകളും ദുർവ്യയങ്ങളും വളരെ വ്യാപകമായിട്ടുള്ള വിമർശനത്തിന് വഴിവെച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ വിമർശനങ്ങളെയൊക്കെ തണവൽഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണ്ടും സംസ്ഥാനത്തെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഇത്തരം ധൂർത്ത് നടത്തുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തലാണ്. ഇവിടെ മാസങ്ങളായി ക്ഷേമ പെൻഷൻ നിഷേധിക്കപ്പെട്ടിട്ടില്ല, സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്ന് നിഷേധിക്കപ്പെട്ടിട്ടില്ല, ഇവിടുത്തെ KSRTC ഉൾപ്പെടെയുള്ള പെൻഷൻ നിഷേധിക്കപ്പെട്ടിട്ടില്ല, സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഈ ധൂർത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് കൊഞ്ഞനം കുത്തുകയാണ്. ഇത് വലിയ ധൂർത്തും ദുർവ്യയവുമാണ് എന്നതിൽ സംശയമില്ല. ഒന്ന്. രണ്ട്, ഈ 4ാം ലോക കേരള സഭ നടത്തുന്ന സമയത്ത് കഴിഞ്ഞ 3 ലോക കേരള സഭയിൽ നിന്ന് കേരളത്തിന് ഗുണപരമായി എന്ത് മാറ്റം സംഭവിച്ചു എന്ന് പറയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനല്ലേ? കഴിഞ്ഞ 3 തവണ ലോക കേരള സഭ നടത്തിയതിനു ശേഷം കേരളത്തിൽ ഒരു നയാ പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടോ? കേരളത്തിൽ പുതുതായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം അത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ടോ? ഈ 3 തവണ നടത്തിയിട്ടും മുഖ്യമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോലും ടിക്കറ്റ് കൊടുത്ത് ആളെ കൊണ്ടുവന്ന് പണമുണ്ടാക്കിയിട്ടും കേരളത്തിന് ഗുണം എന്ത് കിട്ടി എന്ന് സംബന്ധിച്ച് മറുപടി പറയാൻ കേരളത്തിലെ സർക്കാരിന് ബാധ്യതയുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് അതിന്റെ മേഖലാ സമ്മേളനങ്ങൾ എന്ന പേരിൽ പല രാജ്യങ്ങളിൽ കറങ്ങിയതിനപ്പുറം കേരളത്തിന് ഗുണകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിന്റെ പൊതു ഖജനാവിന് വലിയ നഷ്ടം മാത്രമാണ് ഈ ധൂർത്ത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. അതും പ്രവാസികളെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിലേക്ക് പണം അയക്കുന്ന കേരളത്തിന്റെ നട്ടെല്ലായിട്ടുള്ള അധ്വാനിക്കുന്ന തൊഴിലാളികളായിട്ടുള്ള കേരളത്തിലെ പ്രവാസികൾ, ആ പ്രവാസികളുടെ ഒരു പ്രതിനിധിയും അവിടെ പങ്കെടുക്കുന്നില്ലല്ലോ. മറിച്ച് വലിയ ഉന്നതമായ നിലയിൽ കോട്ടും ടൈയും ഇട്ട് ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന വലിയ മുതലാളിമാർക്ക് മാത്രമാണല്ലോ ഈ ലോക കേരള സഭയിലൊക്കെ എൻട്രി ഉള്ളത്.